പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ രോഗികള്, പീഡിതരെ, മാനസിക സംഘടന അനുഭവിക്കുന്നവര്, ഡിപ്രഷൻ അനുഭവിക്കുന്നവര്, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാർ, കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവിടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവര്, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോടും അത്ഭുതം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ എനിക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പപ്പുവിൻ്റെ ഒരു സിനിമയില്ലേ, ഞാൻ സിനിമ തിയേറ്ററിൽ പോയി കാണത്തില്ല. പിന്നെ വല്ലവരുമായിട്ട് എന്തെങ്കിലും ഇതിൻ്റെ അടുത്ത സഹപ്രവർത്തകരൊക്കെ ആയിട്ട് വല്ല രാജ്യത്തല്ല ഈ പൺട്രസിലെടുത്ത് പോകുമ്പോൾ വല്ല സമയമുണ്ടെങ്കിൽ അവിടുത്തെ ഫീസ് നോക്കും. അത് മോശം സിനിമ ഒന്നും കാണത്തില്ല, എല്ലാം നോക്കി കണ്ടാൽ. പിന്നെ മോശമാണെന്ന് കണ്ട് അപ്പം തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോരും. ഒരു സംശയമില്ല കരുതി. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇത് എന്തിനാ വൈഷുഡ് നമ്മളെന്താ ഹൃദയം എന്തിനാണ് ആവശ്യമില്ലാതെ ശുശ്രൂഷയിരിക്കണമല്ലേ. അപ്പം അത് എന്താ ഞാൻ ഈ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പം ശരിയാക്കി തരാമെന്നും പറഞ്ഞൊരു സിനിമയിൽ ഈ പണ്ടുണ്ടായിരുന്ന പപ്പുവിൻ്റെയൊക്കെ പപ്പു ഒരു സ്പാനറൊക്കെ വെച്ചിട്ടുണ്ട്, വെള്ളാനകളുടെ നാട് അങ്ങനെ എന്താ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറയും. ഇത് ഏറ്റവും കൂടി പറയണ ആരാണെന്നറിയാമോ? പിശാച. നമുക്ക് പിശാചാണ് ഇത് ഏറ്റവും കൂടി ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞത്. എന്താണ് ആ പിശാച പറഞ്ഞത്? അതിൽ ഇവനിങ്ങനെ കണ്ണും വെച്ച്, ബൈബിൾ പറയണമെന്നറിയാമോ? ബൈബിൾ പറയണത് ഇവനിങ്ങനെ കണ്ണും വെച്ച് വാതിക്കലിങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ അപ്പം ഇവൻ ചാടി പറ്റും. അതുകൊണ്ട് ബൈബിൾ പറയും, നീ തെറ്റ് ചെയ്യാതിരിക്കാൻ നോക്കണമെന്ന് പറയാം, അല്ലെങ്കിൽ അവൻ നിന്നെ കണ്ണു വെച്ചിട്ടുണ്ടെന്ന് പറയും. ഇത് വായിച്ചത് ഭാഗം വായിച്ചേ. ഉൽപ്പത്തി 4:7 ഉചിതമായി പ്രവർത്തിച്ചാൽ, ആരുടേതാണ് പറയാം? കായനോട് ദൈവം പറഞ്ഞാണ്, ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ല. കായന്റെ ബലി സ്വീകരിച്ചില്ലല്ലോ ദൈവം. അപ്പൊ ഉചിതമായി പ്രവർത്തിച്ചാൽ നീ സ്വീകാരനാകത്തില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. എന്നുവെച്ചാൽ ഞാൻ അർത്ഥം എങ്ങനെ കീഴടക്കണം? എങ്ങനെ പാപത്തെ കീഴടക്കണത്? നല്ലത്, എല്ലാത്തിലും നല്ലത് ചെയ്യാൻ നോക്കണം. എല്ലാത്തിൻ്റെയും നല്ലത് ചെയ്യാൻ നോക്കണം. അല്ലെങ്കിൽ അല്പം തെറ്റിപ്പോയാൽ ഉടനെ അവൻ പറയും, ഇപ്പം ശരിയാക്കി തരാമ്പോൾ ഞാൻ കയറി വരും. ഇപ്പം എന്ത് ചെയ്താലും ഓരോ വിഷയത്തിനും അതിൻ്റെ നല്ലത് ഏതാണെന്ന് നോക്കണം. എന്ന് വെച്ചാൽ നല്ലതെന്ന് പറയുമ്പോഴേ ഒരു കുഴപ്പം വെച്ചാൽ, നല്ലതെന്ന് വെച്ചാൽ അതിൽ ദൈവത്തിന് നല്ലതാണ് നമ്മൾ നോക്കേണ്ടത്. അവിടെയാണ് ഈ ആൾക്കാർക്ക് പണി കിട്ടുന്നത്. അവർ നല്ലതെന്ന് നോക്കിയാൽ എനിക്ക് തോന്നി അത് നല്ലതാണെന്ന് തോന്നി അങ്ങനെ ചെയ്തതാണെന്ന് പറയും. പക്ഷെ അവിടെ എന്താ വിഷയം? അത് ദൈവത്തിന് നല്ലതാണെന്ന് നോക്കണം. ദൈവത്തിന് നല്ലതാണെന്ന് നോക്കണമെങ്കിൽ പ്രത്യേകിച്ച് മെസ്സേജ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ചില ആൾക്കാർ ചില കൺഫ്യൂഷൻ വരും, മെസ്സേജ് എടുക്കണമാണ്. ദൈവം നല്ലതാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ നല്ലതായിട്ട് തന്നെയാണ് നമ്മുടെ ജീവിതം ക്രമീകരിക്കണമെങ്കിൽ ദൈവം നമ്മളെ കൊണ്ട് നല്ലതേ ചെയ്യിക്കത്തുള്ളൂ, ചിന്തിപ്പിക്കത്തുള്ളൂ, നടപ്പിൽ വരുത്തിക്കത്തുള്ളൂ. നമ്മൾ എന്തെടുത്താലും പറ്റിപ്പും തട്ടിപ്പും മറ്റുള്ളവരെ സൈഡ് ലൈൻ ചെയ്യുകയും അവൻ്റെ വളർച്ചയെ തടുക്കണ രീതിയിൽ നമ്മൾ പെരുമാറുകയും. മലയാളികളെ കൊണ്ട് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാവറച്ചൻ്റെ കാലം വരെ ഇവിടെ ഈ 2000 കൊല്ലമായിട്ട് വിശുദ്ധരില്ലല്ലോ. നമ്മുടെ പോർട്ടുഗീസുകാർ വന്നു നമ്മുടെ പാരമ്പര്യമെല്ലാം കത്തിച്ച് കളഞ്ഞെന്ന് പറഞ്ഞാലും കത്തിക്കണ മുമ്പ് ഒരു കൊല്ലം ഉണ്ടായിരുന്നില്ല. 1500 കൊല്ലം ഒരു വിശുദ്ധം പോലും ഇല്ല ഈ സഭയിൽ, നമ്മുടെ സഭയിലില്ല. അവർ ചാവറച്ചൻ പോലും, ഞാൻ ചാവറച്ചൻ്റെ ഒരു വലിയ ഭക്തനാണ്. ഭക്തനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാംസ്കാരിക ഭക്തനാണ്, ചരിത്രപരമായിട്ട് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ കണ്ണ് തുറന്നതിന് ശേഷം കർമ്മലിതക്കാരുടെ പാല് കുടിച്ചാൽ വളർന്നതെന്ന്. കണ്ണ് നിറഞ്ഞു പോകുന്നത് കേൾക്കുമ്പോൾ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ കർമ്മലിതക്കാർ തന്ന ആധ്യാത്മികത ഉണ്ട്. അത് ഏത് അധ്യാത്മികതയാണ്? ഉദയം സൂര്യദിവസത്തിലൂടെ ആ സഭാ നവീകരണ പ്രക്രിയയിലൂടെ അത് ഏറ്റെടുത്ത് കർക്കശമായി ഒത്തിരി തെറിയും ഒത്തിരി സങ്കടവും ഒത്തിരി ഞെരുക്കങ്ങളൊക്കെ അനുഭവിച്ച് തന്നെയാണ് അവരിതെല്ലാം സഭയെ നവീകരിച്ചെടുത്തത്. എടുത്തതിന് ശേഷം നമുക്ക് വിശുദ്ധരുണ്ടായി, വിശുദ്ധ ജീവിതം എന്താണെന്നൊക്കെ മനസ്സിലായി. അതുപോലെ തന്നെ എങ്ങനെയാണ് കൗദാശ ജീവിതം എന്നൊക്കെ മനസ്സിലായി. നമ്മൾ ആഴമായ സാക്ഷികളായി മാറി. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് എന്തുമാത്രം സുവിശേഷ പ്രവർത്തകരുണ്ടായി. ഈ പോർട്ടുഗീസുകാർ വരുന്ന മുമ്പ് ഒരു സുവിശേഷ പ്രവർത്തനം കാണിച്ചു തരാവാ? ആരുമില്ല. ഇനിയിപ്പോൾ എന്തെല്ലാം വിശുദ്ധന്മാരുണ്ടായി. ഇപ്പോൾ കുഞ്ഞാനച്ചനെ പോലെയുള്ള എന്തുമാത്രം വിശുദ്ധന്മാരിന് വരാൻ പോകുന്നു. അവരാരെല്ലാം എന്താണ്? അതെല്ലാം
വരാപ്പുഴ വികാരിയാത്തിൽ നിന്ന് പ്രസരിച്ച ആധ്യാത്മിക ചൈതന്യത്തിൽ നിന്ന് നേടിയെടുത്തിട്ടുള്ള കൃപകളാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം അത് നമ്മളെ ചരിത്രത്തെ ഇപ്പം എല്ലാവരും പൊടിച്ചുകാരെ തെറി വിളിക്കുകയും കർമ്മരീസക്കാരെ എപ്പോഴും പുച്ഛത്തോടെ നോക്കുകയും ചെയ്യുന്ന ഒത്തിരി പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനത് വേറൊരു വശം കൂടി ചിന്തിച്ച് നോക്കുമ്പോൾ കേരളത്തിൻ്റെ ആധ്യാത്മികത എന്താ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ കർമ്മരീത്തക്കാരുടെ ആധ്യാത്മികതയാണ്. ഈ സ്റ്റവലിൻ്റെ പിതാവിനെ കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, സ്റ്റവലിൻ്റെ പിതാവാണേ, അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിലാണ് മാന്നാനത്ത് CMA ആശ്രമം ആദ്യമായിട്ട് സ്ഥാപിക്കുന്നത്. അന്ന് പാലക്കലച്ചനുണ്ടായിരുന്നു. പാലക്കലച്ചനും ചവറ അച്ഛനായിരുന്നു. അതായത് ക്ലിയറിയായിട്ട് പട്ടം കിട്ടിയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവരെല്ലാവരും കൂടി നിൽക്കുമ്പോൾ സ്റ്റബിലിൻ്റെ പിതാവിന് അന്ന് കാര്യം മുഴുവൻ ചൊറിയായിരുന്നു. ഈ വഴിക്ക് ആലപ്പുഴ വന്ന് താമസിച്ച് ഭയങ്കര രോഗങ്ങൾ പിടിച്ചിട്ട് പാവം അവിടെ പോയി ആയുർവേദ ചികിത്സയായിരുന്നു. അപ്പോൾ എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ലെങ്കിൽ പോലും ഈ ചൊറി പിടിച്ച കാലം തളർന്ന കാലമായിട്ട് സായിപ്പല്ലേ മുഴുവനും ചുവന്ന് നേറി വന്ന് കുടമാളർന്ന് അവിടെ വന്ന് നിൽക്കുകയാണ്. എന്ന് പറഞ്ഞ് നിങ്ങളിട് ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ആദ്യത്തെ ആശ്രമക്കല്ലിടുന്നത്. അദ്ദേഹം ഒരു 200 സ്കൂടി കൊടുക്കും. 6 വെള്ളി നാണയം സ്കൂടി എന്ന് പറയണത് അത് ആദ്യത്തെ സംഭാവനയാണത്. നമ്മുടെ സഭയുടെ ചരിത്രങ്ങൾ വളരെ പോസിറ്റീവായിട്ട് പഠിക്കാൻ നോക്കണം. അല്ല സഭയുടെ പഠിക്കണത് ഈ സഭയെ വെറും ഒരു ജാതി സമാജമായിട്ട് കാണുന്നവരാണ് പലപ്പോഴും മറ്റുള്ളവരെ ഈ സഭയിൽ നടന്നിട്ടുള്ള എല്ലാ നവീകരണ പ്രവർത്തനങ്ങളെയും സംശയം ദൃഷ്ടിയോടെ നോക്കുന്നത്. സഭ ജാതി സമാജമല്ല, സഭ തിരുസഭയാണ്. കർത്താവിൻ്റെ വിശുദ്ധമായിരുന്ന വീണ്ടെടുക്കപ്പെട്ടവരുടെ ആത്മീയ സുവിശേഷ സാക്ഷ്യക്കൂട്ടായ്മയാണ്. അതങ്ങനെ തന്നെ വരികയും ചെയ്യണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. സിസേറിയൻ എടുക്കാമെന്ന് പറഞ്ഞായിരുന്നു, അതായത് 8 മണിക്ക് ശേഷം. പക്ഷേങ്കിൽ അന്ന് ഒരുപാട് ഹാർട്ട് റേറ്റ് ഡൗൺ ആയൊക്കെ ചെയ്തുകൊണ്ട് സിസേറിയന് 5:26 ആയപ്പോഴത്തേന് അവർ എന്നെ സിസേറിയൻ എടുത്തു. 5:37 ചൊവ്വാഴ്ച 1 ഓഗസ്റ്റ് 2023 ഞങ്ങൾക്ക് ഈ മോളെ തന്ന് അനുഗ്രഹിച്ചു. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമതായിട്ട് ഞാനൊരു നേഴ്സാണ്. അപ്പം ഞാൻ എന്നെ ജോബ് പ്രോഗ്രഷന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ബാൻഡ് 5 നേഴ്സായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ അവിടെ ഫുൾ ഇംഗ്ലീഷുകാരാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ മാത്രം ഒറ്റ മലയാളി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇൻ്റർവ്യൂവിന് പോയിരുന്നു. ബാൻഡ് 6ൻ്റെ ഇൻ്റർവ്യൂ വന്നപ്പോഴത്തേക്കെങ്കിൽ എല്ലാ ഇംഗ്ലീഷുകാരായിരുന്നു ഇൻ്റർവ്യൂവിന് ഉണ്ടായിരുന്നത്. ഞാൻ അവിടെ ജൂനിയർ മോസ്റ്റ് ആയിരുന്നു. പക്ഷേങ്കിൽ എനിക്ക് ചെന്നു ഇൻ്റർവ്യൂവിൽ എനിക്ക് മാത്രമാണ് അന്ന് ജോബ് കിട്ടിയത്. ബാൻഡ് 6 നേഴ്സായിട്ടാണ് ഞാനിപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നത്. കൂടാതെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോബ് പ്രോഗ്രഷന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ആൾക്കും ജോബിൽ സീനിയർ പോസ്റ്റിൽ കൊടുത്ത് അനുഗ്രഹിച്ചു. കൂടാതെ ഞാൻ എൻ്റെ അനിയൻ്റെ വിസയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു. അവൻ്റെ വിസ എല്ലാം ശരിയായി. ആളിപ്പം UK-ലാണ്. വേറെ ബ്രദറിൻ്റെ കല്യാണവും ജോബിന് വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചിരുന്നു. അതും ശരിയായി. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അവർക്കൊരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ നാത്തൂൻ്റെ OET എക്സാം ക്ലിയർ ആകാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അത് ക്ലിയറായി. അവളിപ്പം ന്യൂസിലാൻഡിലാണ്. കൂടാതെ പ്രഗ്നൻസിയുടെ ഗതി പറഞ്ഞ് ഞാനും ഹസ്ബൻഡും വയറിൽ തൈലം വരച്ച് എന്നും തൈലം കൊണ്ട് കുരിശ് വരച്ച് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു കുഞ്ഞിന് വേണ്ടിയിട്ട്. അതിൻ്റെ കാരണം കൊണ്ടൊക്കെയാണ് ഞങ്ങൾക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കാരുണ്യപ്രവർത്തികൾ എനിക്ക് അവിടെ അങ്ങനെ ഒരുപാട് കാരുണ്യപ്രവർത്തികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ സീനിയർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ഭയങ്കര സ്ട്രെസ്സാണ്. പക്ഷേങ്കിൽ ഞാൻ പേഷ്യൻസിനോട് ആദ്യമൊക്കെ ആയിരുന്നപ്പോൾ ഭയങ്കര ദേഷ്യമൊക്കെ മനസ്സിലൊക്കെ തോന്നുമായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം അവരോടൊക്കെ നല്ല സ്നേഹത്തോടെ പെരുമാറാനും ദേഷ്യപ്പെടാറില്ല അവരോട് പ്രകടമായിട്ട്. പക്ഷേ മനസ്സിൽ ദേഷ്യം തോന്നുമായിരുന്നു. അവരോട് സ്നേഹത്തോടെ പെരുമാറാനൊക്കെ കൂടുതൽ സാധിച്ചു. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഞാൻ പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. ഇപ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും ഒക്കെയുള്ള ഒരു മനസ്സായി. ഇത്രയും തന്ന അമ്മ മാതാവിന് 1000 നന്ദി. കൃപാസന മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ജെയ്സി. ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരുന്നു.
എൻ്റെ ഹസ്ബൻഡ് ഇവിടെ എൻ്റെ പേര് ജെയ്സി. ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരുന്നു. ആദ്യമായി തിരുക്കുമാരനും കൃപാസന മാതാവിനും കോടാനുകൂടി നന്ദി. എൻ്റെ ഹസ്ബൻഡ് ഡിസംബർ 17, 2022 ഉടമ്പടി എടുത്തത്. ആ സമയം എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ഞാൻ മാൽദീവ്സിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവിടെ നിന്ന് ഞാൻ പലതവണ OET എക്സാം ട്രൈ ചെയ്തിരുന്നു. പലതവണ എഴുതിയിട്ടും എനിക്ക് OET എക്സാം കിട്ടുന്നില്ല. എപ്പോഴും 1 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിന് ഏതെങ്കിലും ഒരു മോഡ്യൂളിൽ ഞാൻ ഫെയിലായിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് നിയോഗമായിട്ട് OET എക്സാം പാസ്സാകണമെന്ന് നിയോഗം വെച്ചത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു കൂട്ടുകാരത്തി പറഞ്ഞു, നീ എപ്പോഴും OET എക്സാം എഴുതാൻ പോകുന്നതല്ലേ, ഈ വട്ടം നീ ഒന്ന് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ജോസഫ് അച്ഛനെ കണ്ടിട്ട് നീ ഒന്ന് പരീക്ഷ എഴുതാൻ പോകും, എന്തായാലും നീ പാസ്സാകുമെന്ന് പറഞ്ഞു. അതുപ്രകാരം ഞാൻ മാർച്ചിൽ എക്സാം എഴുതാൻ വന്ന് അതിന് 2 ദിവസം മുമ്പേ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടിട്ട് പാസ്പോർട്ടും എക്സാമിൻ്റെ ഡേറ്റുള്ള പേപ്പറും വെച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അച്ഛൻ എന്നെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് എനിക്ക് ഒരു കാശുരൂപം തന്നു. ഞാൻ ആ കാശുരൂപം കൊണ്ട് പരീക്ഷ എഴുതാൻ വേണ്ടി പോയി. എല്ലാ വട്ടം എഴുതുന്ന പരീക്ഷയെക്കാളും എനിക്ക് ഒന്നും കൂടെ ബുദ്ധിമുട്ടായിരുന്നു ആ എക്സാം. എല്ലാവരും എക്സാം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പൊതുവേ പറഞ്ഞ് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കൊരു വിശ്വാസമായിരുന്നു ഞാൻ എന്തായാലും ജയിക്കും എന്നുള്ളത്. അങ്ങനെ റിസൾട്ട് വന്നു. എനിക്ക് ഞാൻ ഉദ്ദേശിച്ചേക്കാളും കൂടുതൽ മാർക്ക് എല്ലാ വിഷയത്തിനും മോഡ്യൂളിന് എനിക്ക് B തന്ന് പരിസ്ഥിതിയമ്മേനെ അനുഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ഒക്ടോബർ 24 ഞാൻ ഇവിടുന്ന് UK പോയി. അത് കഴിഞ്ഞ് CBT എന്ന എക്സാം ഉണ്ടായിരുന്നു. അതും ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകാൻ കൃപാസന മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നെ അവിടെ UK ചെന്നിട്ട് എനിക്ക് OSCE എന്ന് പറഞ്ഞ ഒരു എക്സാം കൂടിയുണ്ട്. അത് കുറച്ച് സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു എക്സാമാണ്. അത് ആദ്യത്തെ തവണ തന്നെ പാസ്സാകുമോ എന്നുള്ള ഭയങ്കര ഒരു ടെൻഷനായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പരീക്ഷ എഴുതാൻ വേണ്ടി പോയപ്പോൾ ഞാൻ ഇതുപോലെ കൃപാസന മാതാവിൻ്റെ കാശുരൂപം പോക്കറ്റിലിട്ടിട്ട് മാതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ പരീക്ഷ എഴുതാൻ വേണ്ടി പോയത്. പക്ഷേ എക്സാമിന് എനിക്ക് കിട്ടരുതെന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു പ്രൊസീജിയറാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ എന്തായാലും ഫെയിലാകുമെന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും മാതാവിനെ ഞാൻ മുറുകെ പിടിച്ചു. എന്തെങ്കിലും അത്ഭുത മാതാവ് പ്രവർത്തിക്കും എൻ്റെ ജീവിതത്തിൽ. ഏതായാലും ഇവിടം വരെ മാതാവ് എന്നെ എത്തിച്ചില്ലേ, ഇനിയെ കൈവിടുവേല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ റിസൾട്ട് പിറ്റേ ദിവസം വന്നു. ജനുവരി 5 എക്സാം ആയിരുന്നു. ജനുവരി 6 എക്സാമിൻ്റെ റിസൾട്ട് വന്ന് ഞാൻ പാസ്സായി എന്നുള്ളത്. അതുവരെ ഞാൻ ബാൻഡ് 4 ആയിട്ടാണ് വർക്ക് ചെയ്തത്. ഇപ്പം എക്സാം പാസ്സായതോടെ ബാൻഡ് 5 ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആദ്യമായിട്ട് UK പോകുന്നതിന് മുമ്പ് ഞാനിവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നു. പക്ഷേ എനിക്കതിന് സാധിച്ചില്ല. അതുകൊണ്ട് ഇപ്പം രണ്ടാമത് ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് വന്നു. അതുകൂടാതെ ഞാൻ ആദ്യം സീനിയർ കെയർ വിസ ഒക്കെ വഴി പോകാൻ വേണ്ടി ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് UK പോകണം, അവിടെ സെറ്റിൽഡ് ആവണമെന്ന് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ സീനിയർ കെയറിനൊക്കെ ഒത്തിരി പൈസ ചിലവുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ആ വഴി നോക്കിയില്ല. എന്തായാലും OET എക്സാം എഴുതി തന്നെ പോകാമെന്നുള്ള മനസ്സിൽ ഒരു ആഗ്രഹമായിരുന്നു. മാതാവ് എന്തായാലും പരീക്ഷ ഇരിക്കുമല്ല. ഈ സാക്ഷ്യങ്ങളെല്ലാം കാണുമ്പോൾ എല്ലാവരും OET കിട്ടിപ്പോയി, അങ്ങനെ ഒരു സാക്ഷ്യം. പക്ഷേ എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇത് കിട്ടുന്നില്ല എന്ന് എപ്പോഴും എൻ്റെ മനസ്സിലൊരു ചോദ്യം ഉണ്ടായിരുന്നു. എല്ലാവർക്കും OET എഴുതി പാസ്സാവുന്നു, എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ കാണുന്ന എല്ലാം അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു എക്സാം. പക്ഷേ അത്ഭുതകരമായിട്ട് അവരെല്ലാം പാസ്സാവും. എനിക്ക് മാത്രം എന്താ മാതാവ് തരാത്തതെന്ന് എപ്പോഴും ഞാനിങ്ങനെ മാതാവിനോട് ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷേ മാതാവ് എന്നെ കൈവിട്ടില്ല. എനിക്ക് OET പാസ്സായി എനിക്ക് UK എത്തിക്കാൻ മാതാവ് എന്നെ എത്തിച്ചു. പിന്നെ അതുപോലെ എനിക്ക് അവിടെ വെച്ച് ഒരു ടാബ്ലറ്റ് വന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ചുമയായിരുന്നു. അവരെന്നേരം പറഞ്ഞ് മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് ആണെന്ന് പറഞ്ഞ്. പക്ഷെ ഞാൻ നാട്ടിൽ വന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ അലർജിയാണ്. കുറേ ഡോക്ടർമാരെ കാണിച്ച് അവർ പറഞ്ഞ അലർജിയാണ്, ഇൻഫെക്ഷനാണ്. അങ്ങനെ എനിക്ക് പക്ഷേ ഭയങ്കര ടെൻഷൻ. ഇതെന്താണ് ചുമ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കുറേ സെർച്ചൊക്കെ ചെയ്യും. ഞാൻ ഗൂഗിൾ വഴിയൊക്കെ സെർച്ച് ചെയ്ത് എന്താണ് അതിൻ്റെ കാരണങ്ങളെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ വേറൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി എല്ലാ ടെസ്റ്റും ചെയ്ത് എല്ലാം നെഗറ്റീവാണ്. എനിക്ക് ചെറിയൊരു ഇൻഫെക്ഷനുള്ള ആൻറ്റിബയോട്ടിക് മാത്രം കഴിച്ച് മാറാമെന്ന് ഉള്ളെന്ന്. അങ്ങനെ മാതാവിന് ഞാൻ പറഞ്ഞു, മാതാവ് എനിക്കൊരു കുഴപ്പമില്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞ പ്രകാരം ഞാൻ മാതാവിൻ്റെ നേർച്ച വസ്തുക്കളെല്ലാം ഞാൻ ഉപയോഗിച്ചു. തേന് ഉപയോഗിച്ച് എൻ്റെ ചുമയെല്ലാം ഇപ്പോൾ കുറവുണ്ട്. ഞാനിനി 23-ാം തീയതി തിരിച്ച് UK
കെയിലേക്ക് പോവുകയാണ്. പിന്നെ എൻ്റെ അച്ചാച്ചന് അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന ഒരു രോഗം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇച്ചിരി കൂടുതലായി പോയായിരുന്നു. ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഇവിടെ നിന്ന് കിട്ടിയ നേർച്ച വസ്തുക്കൾ അച്ചാച്ചന് കൊടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഇപ്പോൾ രോഗത്തിന് കുറച്ച് മാറ്റമുണ്ട്. സാധാരണ ഗതിയിലേക്ക് ഇപ്പോൾ രോഗത്തിന് സുഖം പ്രാപിച്ചു വരുന്നു. കാരുണ്യപ്രവർത്തികൾ ഞാൻ മാൽദീവ്സിലായിരുന്നപ്പോൾ എനിക്ക് അധികം കാരുണ്യപ്രവർത്തികളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡായിരുന്നു പത്രം വിതരണം ചെയ്യുന്നതും. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടെല്ലാം കൃപാസന മാതാവിനെ പറ്റിയും പത്രം ഞാൻ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അവരുടെ എക്സാമിൻ്റെ സമയത്തൊക്കെ ഞാൻ കാശുരൂപ അവർക്ക് കൊടുത്തുവിടുകയും അവർ പരീക്ഷയൊക്കെ പാസ്സാവുകയും ചെയ്തു. പിന്നെ പ്രാർത്ഥനയിൽ എനിക്ക് മാതാവിനോട് പ്രത്യേക ഭക്തി എനിക്കുണ്ടായിരുന്നു. ഈ ഉടമ്പടി എടുക്കുകയും അതിൻ്റെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് കുറച്ചും കൂടി ഒരു ബൈബിൾ വായിക്കാനും പ്രാർത്ഥനയിൽ കൂടുതൽ മുന്നോട്ട് പോകാനും സാധിച്ചു. ഫ്രീ ആയിട്ടുള്ള എന്തെങ്കിലും സമയം കിട്ടുമ്പോൾ പ്രാർത്ഥിക്കുവാനും വിശ്വാസ പ്രമാണം ചെല്ലുവാനും കൊന്തയൊക്കെ കൂടുതൽ ചെല്ലുവാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകിയ തിരുക്കുമാരനും കൃപാസന മാതാവിനും ഒത്തിരി നന്ദി പറയുന്നു.